Good morning, sir. Yes, good morning, Aradi. Good morning, sir. Vidya, Rasina, good morning. Good morning, sir. Jinsi, good morning. ചിത്രയോടൊപ്പം കുറച്ച് ദിവസമല്ല കണ്ടിട്ട്. ആണ് സർ. സർ അതെന്താ വെച്ചാലേ എന്താണ് ഇവിടെ ടൈമില് വ്യത്യാസമുണ്ട്. 8 മണിയാണ് ഇവിടെ സമയം, ക്ലാസ്സിന്റെ സമയം. അപ്പൊ ഇതുവരെ ക്ലൈമറ്റ് ഇവിടെ ചൂടാണ്ടായിരുന്നത്. അതുകൊണ്ട് ഇവരെ ഡ്യൂട്ടി ടൈം ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഇവര് ഈ ടൈമിലാ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് കയറാൻ പറ്റുന്നില്ല. അപ്പൊ അവരോട് പറയാ വെള്ളിയാഴ്ച ദിവസത്തിൽ ഞങ്ങൾ ജോബ് വന്നത് എനിക്ക് പോണം എന്ന് പറയാം. അതെ, ഞാനിപ്പോ ഒന്ന് റെഡി ആയി. ഞാൻ എന്താ വെച്ചാ പെട്ടെന്ന് ആ ടൈമോട് മാറിയപ്പോ എനിക്ക് പെട്ടെന്ന് എല്ലാം അങ്ങോട്ട് ക്ലാസ്സിൽ കയറാൻ പറ്റാത്തൊരു ഇത് വന്നു. ഇപ്പൊ റെഡി ആയി. ഞാൻ ഓക്കെ, ഇനി തൊട്ടിട്ട് കയറും. സോറി സർ, ക്ലാസ്സിൽ കയറാൻ പറ്റാത്ത കാരണം ഞാന് ഇവിടെ ടൈം വ്യത്യാസമുണ്ട്. 2.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. എവിടെയാണ് സ്ഥലം? കുവൈത്ത്. 2.5 മണിക്കൂർ മുമ്പാണ് പിൻപാണ്? മുന്നേ 8 മണിയായിട്ടേ ഉള്ളൂ ഇവിടെ. ശരി ശരി ശരി. ഓക്കെ സർ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, ആരാണ് ജിൻസി പ്രയർ? സർ, പ്രയർ എന്ന് ഞാനാണ്. റസീന. വെരി ഗുഡ് വെരി ഗുഡ്. പുതിയ ആൾ തകർക്കും. യെസ്, നിങ്ങൾ കഴിവുകളൊക്കെ ഒന്ന് അറിയില്ലേ? യെസ്. O God, bless us, enlighten our mind, strengthen our memory, and direct our will towards what is right. Grant us to see truth always, make us truly wise. Okay, very good, Rasina. Very good, very good. Thank you, sir. Thought of the day. One child, one teacher, one book and one pen can change the world. Malala Yousafzai. Yes. അതിനകത്ത് വേറൊരു പെൻ ഈസ് ഷാർപ്പർ ദാൻ സോഡ് എന്ന് പറയുന്ന ഒരു വേറൊരു ഐഡിയുണ്ട്. അതായത് പേനയാണ്, തൂലികയാണ് വാളിനേക്കാൾ മൂർച്ചയുള്ളത്. ആ ഒരു സംഗതി മലയാള പരിഭാഷ പോലെയാണ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ദെൻ നെക്സ്റ്റ് ഈസ് സൈനിങ് ഓൺ. സൈനിങ് ഓൺ ഇല്ലെങ്കിൽ ഓക്കെ, ആരും ചെയ്യുന്നത്. Signing Vidya. Yes. Okay. Short story. The Polish donkey. A hungry lion reached a village in search of food. He saw a rooster and a donkey. The lion wanted to eat both of them. The moment of rooster saw the lion, it crowded in fear. The lion got irritated by this noise, so decided to run away from there. Hence, he ran towards the forest. The donkey, who was watching all this, was quite foolish. The donkey thought, "Silly lion, he is so scared of a rooster. Maybe I can frighten him a little more." The donkey started to chase the lion. But by this time, the lion had reached into the forest. He felt very happy to see the donkey behind him. The donkey thought he was very smart. The donkey shouted, "If I ever see you in our village again, I will kill you." The lion laughed at the donkey's foolishness. He was so hungry, he did not waste any time. He killed the donkey and had a hearty meal. Thank you, sir. Okay. Very good, Vidya. Very good. Yes. അപ്പൊ സ്റ്റാർട്ട്. നമുക്ക് ആരംഭിക്കും. അപ്പൊ നമ്മളൊരു കണ്ടീഷണൽ സെന്റൻസിനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ കണ്ടീഷണൽ സെന്റൻസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ലവ് മാരേജിലോട്ട് പോയത്. യെസ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് അതിന്റെ ബാലൻസിലേക്ക് ഞാൻ വരാം. യെസ്. അപ്പൊ പറയാനുള്ളത് ഇതാണ്. നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചു. 2 രീതിയിലുള്ള ക്ലോസുകളെ കുറിച്ച് പറഞ്ഞു. സബോർഡിനേറ്റ് ക്ലോസ് എന്താണെന്ന് പറഞ്ഞു, മെയിൻ ക്ലോസ് എന്താണെന്ന് പറഞ്ഞു. മെയിൻ ക്ലോസിൽ വരുന്ന ടെൻസും സബോർഡിനേറ്റിൽ വരുന്ന ക്ലോസും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. യെസ്. അപ്പൊ അതിന് നമ്മുടെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞൊരു വാചകമാണ് ഇഫ് യു സ്റ്റഡി, STUDY, if you study you will pass എന്ന് പറയും. You will pass.
നീ പഠിക്കുകയാണെങ്കിൽ പാസ്സാവും. അപ്പൊ വില്ല് എന്നുള്ളതിന് പകരം ക്യാൻ വന്നാലും കുഴപ്പമില്ല, ഷാല് വന്നാലും കുഴപ്പമില്ല, മേ വന്നാലും കുഴപ്പമില്ല എന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാമത് നമ്മൾ പറഞ്ഞു ഇഫ് യു സ്റ്റഡി എന്നുള്ളതിന് പകരം ഇഫ് യു സ്റ്റഡീഡ്, STUDIED പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ യു വുഡ് പാസ് എന്ന് പറയണമെന്ന് പറഞ്ഞു. വുഡിന് പകരം കുഡ് ആയാലും ഷുഡ് ആയാലും മൈറ്റ് ആയാലും കുഴപ്പമില്ല എന്നുള്ളത് പറഞ്ഞു. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലേ? സർ, ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റിൽ എവിടെയാണെന്ന് പേജ് നമ്പർ പറയാമോ? യൂണിറ്റ് നമ്പർ 9 കണ്ടീഷൻ സെന്റൻസ്. പേജ് നമ്പർ ആരെങ്കിലും പറഞ്ഞു കൊടുത്ത്? യൂണിറ്റ് നമ്പർ 9 കണ്ടീഷൻ സെന്റൻസ്. Page number 95. 95. ഓക്കെ ഓക്കെ. യെസ്. ഇനി നമുക്ക് നോക്കുന്നത് അതിൻ്റെ അത് കുറെ വില ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അതിന്റെ കറക്റ്റ് ന്യൂക്ലിയസിലോട്ടാണ് വന്നത് കേട്ടോ. യെസ്. അത് കഴിഞ്ഞതിന് ശേഷം മനസ്സിലാക്കാൻ പറ്റും. യെസ്. ഇനി നമ്മൾ പറയുന്നത് ഇത്രയല്ലേ ജിൻസി നമ്മൾ പറഞ്ഞു നിർത്തിയത്? അതെ സർ. ഓക്കെ. ഇനി അതിന് ബാക്കിയാണ് ഞാൻ പറയാൻ പോകുന്നത്. യെസ്. അപ്പൊ നമുക്കൊരു വാചകം എഴുതാം. ആ വാചകം ഇതാണ്, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ്. വാചകം ഇതാണ്, ഇഫ് യു ഹാഡ് STUDIED. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് പിന്നെ ഡാഷ്. അപ്പൊ എങ്ങനെ പൂരിപ്പിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ്. അപ്പൊ നമുക്ക് ആർക്കെങ്കിലും പറയാമോ ഹാഡ് സ്റ്റഡീഡ് എന്ന് പറയുമ്പോൾ ഏതാ ടെൻസ്? നമ്മൾ പറഞ്ഞില്ല, ഒരു 5 എണ്ണം പറഞ്ഞില്ല. ഈ കണ്ടീഷൻ സെന്റൻസിന് വേണ്ടി ഒരു 5 എണ്ണം നമ്മൾ നോക്കിയില്ലേ? അതില് ഹാഡ് സ്റ്റഡീഡ് എന്ന് പറയുമ്പോൾ ഏത് വരും? സിമ്പിൾ പാസ്റ്റ്. പെർഫെക്റ്റ് ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ്. ഓക്കെ ചിത്ര ഉണ്ടായില്ല, എന്നാലും കറക്റ്റ് ആയിട്ട് പറഞ്ഞു. പാസ്റ്റ് പെർഫെക്റ്റ്. ഐഷ സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസും മതി. അപ്പൊ ഐഷ ഇല്ലാത്തൊരു ഹാഡ് ഇടയിൽ കിടപ്പുണ്ട്. അപ്പൊ അതെന്തായി? പാസ്റ്റ് പെർഫെക്റ്റ് ആയി. അപ്പൊ നമുക്കിവിടെ പറയാൻ സാധിക്കും സബോർഡിനേറ്റ് ക്ലോസിന്റെ ടെൻസ് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് നോക്കിയത് സബോർഡിനേറ്റ് ക്ലോസിന്റെ ടെൻസ് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ബാലൻസ് എങ്ങനെ ഫില്ല് ചെയ്യണം, സബോർഡിനേറ്റ് ക്ലോസിന്റെ ടെൻസ് പാസ്റ്റ് ആണെങ്കിൽ ബാലൻസ് എങ്ങനെ ഫില്ല് ചെയ്യണം. ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത്, മൂന്നാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സബോർഡിനേറ്റ് ക്ലോസിന്റെ ടെൻസ് പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ബാക്കി നമുക്ക് എങ്ങനെ ഫില്ല് ചെയ്യണം എന്നുള്ളതാണ്. യെസ്. അപ്പൊ അത് നമുക്ക് വരുമ്പോൾ അപ്പുറത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസാണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ്. അപ്പൊ നിങ്ങൾ 2 പേജ് ഒന്ന് മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കാണാം സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല്, ഹാവ്, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ. സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല്, ഹാവ്, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ആ ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ കണ്ടീഷണൽ ഫോം ഉപയോഗിക്കണം. എന്ത് ഉപയോഗിക്കണം? കണ്ടീഷണൽ ഫോം. വേറെ ഒന്നും ചെയ്യേണ്ട. ആ വില്ലെന്നുള്ളതൊന്ന് വുഡാക്കാം, ഷാലാണെങ്കിൽ അത് ഷുഡാക്കാം, ക്യാൻ ആണെങ്കിൽ അത് കുഡാക്കാം, മേ ആണെങ്കിൽ അത് മൈറ്റ് ആക്കാം. അപ്പൊ വിൽ ഹാവ് എന്നുള്ളതിന് പകരം ആ വില്ല് മാറ്റിയിട്ട് അവിടെ വുഡോ കുഡോ ഷുഡോ ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. മൈറ്റോ ഉപയോഗിക്കാം. അപ്പൊ ഇവിടെയൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരും? ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് യു വുഡ് ഹാവ് പാസ്ഡ്. യു വുഡ് ഹാവ് പാസ്ഡ്. ഇതാണ് കറക്റ്റ്. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് യു വുഡ് ഹാവ് പാസ്ഡ്. യെസ്. അപ്പൊ ഇത് റിപ്പീറ്റ് ചെയ്യോ? ഓക്കെ. അപ്പൊ ഇത് 3 എണ്ണം. ഓക്കെ, വരാൻ പാരതി. ഇത് 3 എണ്ണം നമ്മൾ എന്ത് ചെയ്യണം? ഒരു ക്യാപ്ഷൻ പോലെ ഓർത്തിരിക്കുക. ഇഫ് യു വർക്ക് യു വിൽ പാസ്. ഇഫ് യു വർക്ക്ഡ് യു വുഡ് പാസ്. ഇഫ് യു ഹാഡ് വർക്ക്ഡ് യു വുഡ് ഹാവ് പാസ്. ഓക്കെ, ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ചുരുക്കി പറയാം. അതായത് ഇഫ് യു ഹാഡ് സ്റ്റഡീഡ്, ബാക്കി കൂടി ഞാൻ പറയാണ്, യു വുഡ് ഹാവ് പാസ്ഡ്. PSSED പാസ്ഡ്. യു വുഡ് ഹാവ് പാസ്ഡ്. ഓക്കെ. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് എന്ന് പറയുമ്പോൾ അത്രയും വരെ ആ ഒരു ക്ലോസ് അത് ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. അതിന്റെ ടെൻസ് വന്നിരിക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ്. അങ്ങനെ സബോർഡിനേറ്റ് ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ
മെയിൻ ക്ലോസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന്റെ കണ്ടീഷണൽ ഫോം ഉപയോഗിച്ച് ഫില്ല് ചെയ്യണം. അപ്പൊ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ നമുക്കറിയാം. സബ്ജക്റ്റ്, വിൽ അല്ലെങ്കിൽ ഷാല്, ഹാവ്, പിന്നെ വെർബിന്റെ മൂന്നാമത്തെ ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ആ വില്ല് ഉപയോഗിക്കുന്ന പകരം എന്ത് ഉപയോഗിക്കണം? വുഡ് ഉപയോഗിക്കണം. വുഡോ, ഷുഡോ, കുഡോ, മൈറ്റോ ഉപയോഗിച്ചാൽ കുഴപ്പമില്ലെന്ന് അർത്ഥം. യെസ്, ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട സംഗതി. യെസ്, സിമ്പിൾ പ്രസന്റിന്റെയും സിമ്പിൾ പാസ്റ്റിന്റെയും പാസ്റ്റ് പെർഫെക്റ്റിന്റെയും നമ്മൾ പഠിച്ചു. ഇത് മൂന്നെണ്ണമുള്ളതിനെ കുറിച്ച് പഠിച്ചു. ഇതൊക്കെ ഈ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇതിന്റെ പരീക്ഷ വരുമ്പോൾ ഇത് നിയമം പറയൂല. ഒരു സെന്റൻസ് ബാക്കിയുള്ള ഡാഷ് ഇടും, പൂരിപ്പിക്കും. ആ ഡാഷ് ഈ കണ്ടീഷൻ വെച്ചാണ് വരുന്നത്. യെസ്, ഓക്കെ. അപ്പൊ ഞാൻ ഇനി 2-3 സെന്റൻസ് പറയാം, നിങ്ങൾക്ക് അത് പൂരിപ്പിക്കാൻ പറ്റും നോക്കാം കേട്ടോ. അപ്പോ ഇപ്പൊ ഇവിടെ നമുക്ക് 12 പേരുണ്ട്. 12 പേർക്ക് 12 രീതിയിൽ പൂരിപ്പിക്കും. ഇതാണ് സംഭവം. എനിക്കോ, if you had come to my home, if you had come to my home, comma, dash, dash. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ പൂരിപ്പിച്ചു. If you had come to my home, നീ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ, അത്രേ ഉള്ളൂ. ബാക്കി പൂരിപ്പിച്ചു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ തന്നിരിക്കുന്ന വാചകത്തില് ഹാഡ് ഉണ്ട്, വെർബിന്റെ എന്തുണ്ട്? ഫസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പൊ അപ്പുറത്ത് എന്ത് വേണം? വുഡ് ഹാവോ, ഷുഡ് ഹാവോ, മൈറ്റ് ഹാവോ, അങ്ങനെ എന്തെങ്കിലും വന്നിരിക്കണം. യെസ്, അവരവരുടെ ഭാവനക്കനുസരിച്ച് പൂരിപ്പിച്ചോളൂ. സർ സെന്റൻസ് ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ. എഴുതിക്കോളൂ. If you had come to my home, if you had come to my home, നീ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ. സർ ഞാൻ പറഞ്ഞോട്ടെ, ശരിയാണോന്ന് അറിയില്ല. If you had come to my home, I would have very tasty food. അപ്പൊ അതിന്റെ അകത്ത് വുഡ് ഹാവ് കഴിഞ്ഞതിന് ശേഷം ഒരു വേർഡ് കൂടി ചേർക്കണമല്ലോ. വുഡ് ഹാവ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ മൂന്നാമത്തെ ഫോമും കൂടി ഉപയോഗിക്കണം. അപ്പൊ ചിത്ര ഇപ്പൊ പറഞ്ഞത് എവിടെയാണ് വെർബിന്റെ മൂന്നാമത്തെ? അത് കറക്റ്റ് സെൻസ് ആണ്. ഞാൻ നിനക്ക് ടേസ്റ്റ് ഉള്ള ഫുഡ് നൽകുമായിരുന്നു, അങ്ങനെയായിരിക്കും. അപ്പൊ ആ നൽകുക എന്ന് പറയുന്നത് ഗീവ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അവിടെ ഇടുമ്പോ സംഗതി കറക്റ്റ്. Given. Okay. അപ്പൊ if you had come to my home, I would have given tasty food. നീ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് തന്നേനെ. യെസ്, കറക്റ്റ് ആണ്. യെസ്, വുഡ് ഹാവ് കഴിഞ്ഞിട്ട് പിന്നെ വെർബിന്റെ മൂന്നാമത്തെ ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, കഴിയുന്നവര് പറഞ്ഞോട്ടോ, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടോളൂ. സാർ ഞാൻ അതിനോട് ചേർന്ന് നിൽക്കുന്ന പോലെ തന്നെ എഴുതിയത് ഈ കുട്ടി പറഞ്ഞ പോലെ. If you had come to my home, I would have given you biryani. Yes, ടേസ്റ്റ് കൂട്ടുള്ളത് മാറ്റിയിട്ട് അവിടെ എന്താക്കി? കറക്റ്റ്. ശരിയാണ് ജിൻസി. വിദ്യ പറഞ്ഞോളൂ. If you had come to my home, I would have given a beautiful gift. Yes, I would have given a beautiful gift. ഞാൻ അതുപോലെ ചെറിയ രീതിയിൽ മാച്ച് ഉണ്ട്. വായിച്ചോ. I would have given surprise gift എന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. Yes, okay. Very good. Okay. ഞാൻ പറയട്ടെ സർ. Okay, പറഞ്ഞോളൂ അർസു. If you had come to my home, we could go to beach. അപ്പൊ ഇത് ഹാവ് ഒന്നുമില്ലല്ലോ അർസു. We could have gone to beach. Okay, correct ആണ്. We could have gone to beach. നീ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ
നമുക്ക് ബീച്ചിൽ പോകാൻ കഴിഞ്ഞാല്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, Sir, number one. പറഞ്ഞോളൂ റസീന. If you had come to my home, I would have shown my project presentation. യെസ്, അപ്പൊ ആ ഷോ എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഷോഡ്. Showed. SHOWD അല്ലെ, ഷോഡ്. യെസ്, ഓക്കെ. വുഡ് ഹാവ് ഒക്കെ കഴിഞ്ഞ ഹാവ് കഴിഞ്ഞ പിന്നെ വെർബിന്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കാം. അതാണ് എന്റെ നീതി. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്, ഇനി ആർക്കെങ്കിലും ഇപ്പൊ അതിന്റെ ടെക്നിക്ക് പിടി കിട്ടിയല്ല, അന്ന് അടുത്ത് നിങ്ങൾ ചെയ്തു എഴുതിക്കും. If you had met him, comma, dash. Okay, if you had met him, നീ അവനെ കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ, ബാക്കി പൂരിപ്പിച്ചിട്ടില്ല, നിങ്ങൾ പൂരിപ്പിച്ചു. യെസ്, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹാഡും വന്നിട്ടുണ്ട്, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, മീറ്റ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് മെറ്റ്. അപ്പൊ അപ്പുറത്ത് എന്ത് വരും? വുഡ് ഹാവോ, ഷുഡ് ഹാവോ, കുഡ് ഹാവോ, മൈറ്റ് ഹാവോ, അങ്ങനെ വന്നിരിക്കുക. യെസ്, ഞാൻ പറയട്ടെ സർ. പറഞ്ഞോളൂ. If you had met him, he would have explained about the project. Yes, very good, very good, very good. Correct. He would have explained about the project. Very good. Sir, Yes, if you had met him, you would have talked to him. Yes, you would have talked to him. Yes, ഇതിനൊക്കെ അവരുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞേനെ. Very good, very good, very good. Sir, if you had met him, I would have spoken to him. Yes, I would have spoken to him. Correct ആണ്. Vidya, പറഞ്ഞോളൂ. If you had met him, you could have told a secret. You would have told a secret. Oh, very good, very good, very good. Yes, രഹസ്യം പറഞ്ഞേനെ. യെസ്, കണ്ടില്ല, അതുകൊണ്ട് രഹസ്യം പറയാൻ പറ്റിയില്ല. യെസ്, ഓക്കെ, കറക്റ്റ്. ചിത്ര, ഐഷ, അല്ലൂസിനെ കഴിഞ്ഞത് കിട്ടിയില്ലല്ലോ. വെറുതെ എഴുതൂ, ടൈപ്പ് ചെയ്തിട്ടാലും മതി. ശ്രുതി, എനിക്ക് മനസ്സിലായില്ല, ഞാൻ എഴുതിയിട്ടുണ്ട്. If you had meeting, would have a gifting. ഓക്കെ ഓക്കെ ഓക്കെ. നോക്കി സ്മൃതി, ഹാഡ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും വരുമ്പോ അപ്പുറത്ത് വുഡ് ഹാവും വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും വന്നതാണ് പറഞ്ഞത്. അത് ഓർത്തി നമ്മൾ, വേറെ ഒന്നും ഓർക്കുക. ഇപ്പൊ സെന്റൻസ് കറക്റ്റ് ആണ്, പക്ഷെ അതിന്റെ 1-2 വാക്കുകൾ വിട്ടുപോയി. അത് നമുക്ക് ഇങ്ങനെ എഴുതാം. നോക്കിയേ, ഇഫ് യു ഹാഡ് met him, നീ അവനെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ നിനക്കൊരു സമ്മാനം തന്നേനെ. ഹി വുഡ് ഹാവ് ഗിവൺ യു എ ഗിഫ്റ്റ്. അങ്ങനെ ഈ വുഡ് ഹാവ് ഗിവൺ യു എ ഗിഫ്റ്റ്. അവിടെ വുഡ് ഉണ്ട്, ഹാവ് ഉണ്ട്, ഗിവ് എന്ന് പറയുന്ന വാക്കിന്റെ മൂന്നാമത്തെ ഫോം ഗിവൺ ഉണ്ട്. യെസ്, അങ്ങനെയാണ്. പ്രവീണ, പ്രവീണ. ഗുഡ് മോർണിംഗ് സർ. യെസ്, ഗുഡ് മോർണിംഗ്. ഇടയ്ക്ക് വന്ന് കയറുന്നതിന്റെ ഞങ്ങൾ കണ്ടു. If you had met him, I would have taken him to home. Yes, very good. I would have taken him to home. കണ്ടിരുന്നെങ്കിൽ ഞാൻ അവന്റെ വീട്ടിൽ കൊണ്ടുപോയാൽ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഓക്കെ. അപ്പോ ഇതുവരെ ഞാൻ ചെയ്തത് കണ്ടീഷണൽ സെന്റൻസ് തരികയും മെയിൻ ക്ലോസ് നിങ്ങൾ എഴുതുകയും ചെയ്തു. ഞാൻ മാറ്റി പിടിക്കുന്നു. യെസ്, കണ്ടീഷണൽ സെന്റൻസ് നിങ്ങൾ എഴുതുക, മെയിൻ ക്ലോസ് ഞാൻ തരാം. അപ്പൊ ഇതിരിക്കും അടുത്തത്. ആദ്യം ഒരു ലോങ് dash, comma, and there you go. I would have met him. I would have
met him. എന്നുവെച്ചാല് ഞാൻ അവനെ കണ്ടേനെ. യെസ്. ഇനി ഇപ്പഴത്തെ ഇഫ് വെച്ച് പൂരിപ്പിച്ചു. ഇഫ് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, അപ്പുറത്ത് വുഡ് ഹാവ് ഉള്ളത് കൊണ്ട് ഇപ്പഴത്തെ ഹാഡും വെർബൽ പാസ്റ്റ് പാർട്ടിസിപ്പിളും അല്ല. അത് ഓർത്തോളണം. യെസ്. ഐ വുഡ് ഹാവ് മെറ്റ് ഹിം. ഞാൻ അവനെ കണ്ടേനെ. എങ്ങനെയാണെങ്കിൽ എന്നുള്ളത് നിങ്ങൾ ഇവിടെ വെച്ച് പൂരിപ്പിച്ചു. സർ പറഞ്ഞോട്ടെ. യെസ്, പറഞ്ഞോളൂ വിദ്യ. If you had called him, I would have met him. CALLED എഴുതിയേക്കണേ. CALLED കോളിന് എഴുതിയിട്ടുള്ളൂ. കോൾഡ് എന്നാണോ സർ? ഹാഡ് കഴിഞ്ഞ വെർബിന്റെ മൂന്നാമത്തെ ഫോം നോക്കി, എല്ലാത്തിനും നോക്കി. ഹാഡ് കഴിഞ്ഞതിന് ശേഷം മൂന്നാമത്തെ ഫോമിൽ എഴുതിയേക്കണേ. കോൾഡ്. ഇഫ് യു ഹാഡ് കോൾഡ്. കറക്റ്റ്. ഓക്കെ സർ. ഓക്കെ 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 കറക്റ്റ്. വേറെ ആരെങ്കിലും വിദ്യ എഴുതിയത് കൊണ്ട് പോകുന്നതിന് മുമ്പ് വിദ്യ പറഞ്ഞങ്ങനെ നിർത്തിയാണ് എന്റെ അവതരിപ്പിച്ചിട്ടുണ്ട്. സാർ ആ വിദ്യ ആര് കഴിഞ്ഞിട്ട് വരാം. ആദ്യം പറഞ്ഞോളൂ. ഇഫ് യു ഹാഡ് come to my home, I would have met him എന്ന് വരുമോ സർ? ശരി, കറക്റ്റ് ആണ്. ഇഫ് യു ഹാഡ് കം ടു മൈ ഹോം. ഈ കം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കം പ്രസന്റൻസ് ആണ്. പാസ്റ്റ് ടെൻസ് എന്താണ്? കെയിം. പാസ്റ്റ് പാർട്ടിസിപ്പിൾ അതും കം തന്നെയാണ്. അപ്പൊ ഇവിടെ ആദ്യം പറഞ്ഞ കം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൂന്നാമത്തെ കമ്മാണ്. V1 അല്ല, V3 ആണ്. യെസ്, കറക്റ്റ് ആണ്. അതൊന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞതാണ്, അല്ലെങ്കിൽ വെറുതെ അടിച്ചതാണ്. അല്ല, ഇതിനു മുമ്പ് നമ്മളൊരു സെന്റൻസ് എഴുതിയിട്ടുണ്ടായിരുന്നു, അപ്പൊ ഞാൻ അതിലായിട്ട് പറഞ്ഞതായിരുന്നു. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഇന്റലിജന്റ് ആണ്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ പറയട്ടെ സർ. പറഞ്ഞോളൂ ഹർഷം. If he had given the information, I would have met him. വെരി ഗുഡ്, നല്ല കാര്യം. If he had given the information കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ I would have met him. ഞാൻ അവനെ കണ്ടത്. വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. If I had ചിത്ര പറഞ്ഞോളൂ. എന്റെ ജിൻസിലോട്ട് വരാം. ചിത്ര. If I had reached early morning, I would have met him. വെരി ഗുഡ്. If I had reached early morning, ഞാൻ രാവിലെ നേരത്തെ വന്നിരുന്നെങ്കിൽ ഞാൻ അവനെ കണ്ടേനെ. വെരി ഗുഡ് വെരി ഗുഡ്. If he had came to Coimbatore, I would have met him. ഓക്കെ, അവിടെ ചെറിയൊരു സാധനം മാറ്റാനുണ്ട്. If you had came എന്നല്ലേ എഴുതിയേക്കണേ? Yes sir. ഹാഡ് കഴിഞ്ഞാൽ വെർബിന്റെ മൂന്നാമത്തെ ഫോം. കം പ്രസന്റ് ടെൻസ് ആണ്. കെയിം പാസ്റ്റ് ടെൻസ് ആണ്. Come came come. Okay. ഒന്ന് തന്നെയാണ്. Okay. Okay. Thank you sir. ഓക്കെ. നേരത്തെ ആരും ഉപയോഗിച്ച അതേ വാചകം തന്നെയാണ്. ഓക്കെ. എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക്. കം കെയിം പിന്നെ കം ഓർത്തില്ല, കെയിം അങ്ങനെ വന്നു. ഓക്കെ താങ്ക് യു സർ. ഓക്കെ 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 ഓക്കെ. പിടികിട്ടിയാലേ ഒരെണ്ണം കൂടി എന്താ ചെയ്യാം കേട്ടോ. എഴുതിക്കോളൂ. ആദ്യം ഒരു നീണ്ട ഡാഷ്, കോമ കോമ അത് എഴുതിക്കോ. യു വുഡ് ഹാവ് റീച്ച്ഡ്, REACHED, റീച്ച്ഡ്, there, 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 early, EARLY, early. You would have reached there early. നീ അവിടെ നേരത്തെ എത്തിയേനെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴത്തെ നിങ്ങൾ ഇപ്പൊ വെച്ചൊക്കെ ഫില്ല് ചെയ്തോ. ഇപ്പൊ വെക്കുമ്പോ ഹാഡ് വേണം, കാരണം അപ്പുറത്ത് വുഡ് ഹാവ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴത്തെ ഹാഡും വെർബിന്റെ മൂന്നാമത്തെ ഫോം. സെന്റൻസ് ഇതായിരുന്നു നമുക്ക് തന്നെ. യു വുഡ് ഹാവ് റീച്ച്ഡ് ദെയർ ഏർലി. നീ അവിടെ നേരത്തെ എത്തിയേനെ. ഇഷ്ടമുള്ള പോലെ ഓരോരുത്തർ ഫില്ല് ചെയ്യാം. If you had picked him, the right bus, you would have reached there early. Okay, very good, very good, very good. Okay. If you had come soon, you would have reached there early. Come soon, come. If you had Come soon, sir. Let's come soon. Okay, okay. I got it. Yes, yes. Correct.
ഞാൻ കംസ് എന്നാണ് കേട്ടത്. യെസ്, ഓക്കെ. ഹാഡ് വെർബിന്റെ നേരത്തെ വന്നിരുന്നു. പറഞ്ഞോളൂ ചിത്ര. ഇഫ് യു ഹാഡ് ഷാർപ്പൺ എന്നല്ലേ V3 ഫോം, ഷാർപ്പിന്റെ ഷാർപ്പ് ടൈം, ഷാർപ്പൺ 8 o'clock you would have reached the ready. ഷാർപ്പ് 8 o'clock. അതിന് മുമ്പേ ഒരു വെർബിന്റെ മൂന്നാമത്തെ പോയിന്റ്, ഇഫ് യു ഹാഡ് റീച്ച്ഡ് ഷാർപ്പ് 8 o'clock. അപ്പൊ ശരി. അപ്പൊ റീച്ച് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് റീച്ച്ഡ്. കണ്ടാ, ഹാഡ് കഴിഞ്ഞതിന് ശേഷം വെർബിന് മൂന്നാമത്തെ പോകും. പിന്നെ ബാക്കി If you had come by car, you would have reached there early. Yes, correct ആണ്. നിങ്ങൾ കാറിനാണ് വന്നിരുന്നെങ്കിൽ നേരത്തെ ഇവിടെ എത്തിയത്. വെരി ഗുഡ്. ആർസു? If the train had arrived early, you would have reached there early. Yes, very good, very good. If the train had arrived early, train നേരത്തെ വന്നിരുന്നെങ്കിൽ നീ അവിടെ നേരത്തെ എത്തിയത്. ട്രെയിൻ. വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല ലോജിക്. യെസ് Sir, ഇങ്ങനെ വരുമോ? If you had come fastly, you would have reached there early. Fastly വേണം. Fast. If you had come fast, yeah, you would have reached there early. ശരിയാണ്. യെസ്. അപ്പൊ ഇതിന്റെ ടെക്നിക്ക് പിടികിട്ടിയല്ല. ഞാൻ ഈ ഇതില് ഇത്രയും മതി നമുക്ക്. എന്നാലും നിങ്ങൾ വളരെ വിവരമുള്ള ആളുകളായതുകൊണ്ട് ഇതിന്റെ ചെറിയൊരു കഷ്ണം ബാലൻസ് നിർത്തിയിട്ടുണ്ടായിരുന്നു. അത് ആവശ്യമില്ല. എന്നാലും ഇത് ഇങ്ങനെയാണ് അതിന്റെ കണ്ടീഷൻ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നതാണ്. യെസ്. അപ്പൊ ഞാൻ ഇനി പറഞ്ഞത് മുഴുവനും പറയണേ. ഇഫ് യു വർക്ക് യു വിൽ പാസ്, ഇഫ് യു വർക്ക് യു വുഡ് പാസ്, ഇഫ് യു ഹാഡ് വർക്ക് യു വുഡ് ഹാവ് പാസ്ഡ്. ഈ മൂന്നാണ് നമ്മൾ ക്യാപ്ഷൻ പോലെ നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതി. അത് വെച്ചിട്ടാണ് ഈ സെന്റൻസ് മുഴുവൻ നമ്മൾ 2-3 ദിവസങ്ങളായിട്ട് നമ്മൾ ശരിയാക്കിയത്. അപ്പൊ ഞാൻ പറഞ്ഞു, 9ൽ പഠിക്കുന്ന കുട്ടി 10ലേക്ക് ജയിച്ചു. ജയിച്ചു കഴിഞ്ഞതിന് ശേഷം 10ാം ക്ലാസ്സിൽ അവൻ പോയിട്ടില്ല. അപ്പോഴാണ് അവനോട് പറയുന്നത്, ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നീ പാസ്സാകും. അപ്പൊ അതൊരു പോസിബിലിറ്റിയാണ്. എന്താണത് പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധ്യതയുണ്ട്, നടക്കും. 10ലെ പരീക്ഷ കഴിഞ്ഞു, തോറ്റു, വീട്ടില് വിഷമിച്ചിരിക്കുകയാണ്. അപ്പൊ പറയുന്നതാണ് ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ്. നീ പഠിച്ചിരുന്നെങ്കിൽ പാസ്സായാലേ. കാരണം നിന്നേക്കാളും കുറവ് പഠിക്കുന്ന അവൻ പാസ്സായി. അപ്പൊ നീയും ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ നീ പാസ്സായാലേ. കേട്ടാ, അത് ഒരു സാധ്യതയല്ല. അതെന്താണത്? അത് വെറുതെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. നീ പഠിച്ചിരുന്നെങ്കിൽ പാസ്സായി. അപ്പൊ അതിന് നമുക്ക് പറയാം ഒരു അൺറിയൽ ആണ്, നടക്കാൻ സാധ്യതയില്ലാത്തതാണ്. പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടോ ഒരു മാസം കഴിഞ്ഞിട്ടോ നമ്മൾ വീണ്ടും പറയും, നീ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പാസ്സായിട്ടുണ്ടായിരുന്നത്. അതും എന്താണ്? ഒരു അൺറിയൽ ആണ്, നടക്കാൻ സാധ്യതയില്ലാത്ത കേസാണ്. നടക്കാൻ സാധ്യതയില്ലാത്ത കേസാണ്. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞു പോയ സംഭവത്തെ കുറിച്ച് മകൻ വെറുതെ പറയുന്നില്ല, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയായിരുന്നേന്ന് പറയുന്നത്. യെസ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ, അതായത് ഒരു സാധ്യത ഉള്ളത്, ഇഫ് യു സ്റ്റഡി യു വിൽ പാസ്. നീ പഠിക്കുകയാണെങ്കിൽ നീ പാസ്സാവും. അതിനെ പറയുന്ന പേരാണ് ഒരു കണ്ടീഷൻ അല്ലേ പറയണത്, ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയും. അങ്ങനെ പറയുന്ന വാചകങ്ങൾ, അതായത് സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലും അപ്പുറത്ത് വില്ല് ഷാല് വെച്ചിട്ട് വരികയാണെങ്കിൽ അത് ഒരു കണ്ടീഷനാണല്ലോ. അതിനെ പറയുന്ന പേരാണ് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയും. എന്താണ് ഫസ്റ്റ് കണ്ടീഷൻ? ഇനി ഈ പരീക്ഷ കഴിഞ്ഞ് തോറ്റു കഴിയുമ്പോൾ പറയുന്ന കേസ്, ഇഫ് യു സ്റ്റഡീഡ് യു വുഡ് പാസ്. അതിനെ പറയുന്ന പേരാണ് സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയും. സെക്കൻഡ് കണ്ടീഷൻ. പിന്നെ അടുത്തത്, ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് യു വുഡ് ഹാവ് പാസ്ഡ്. ഇതിനെ പറയുന്ന പേരാണ് തേർഡ് കണ്ടീഷൻ. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ, തേർഡ് കണ്ടീഷൻ, ഇങ്ങനെ 3 പേരുകൾ കൂടി ഇതിലുണ്ട് എന്ന് മനസ്സിലൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഫസ്റ്റ് കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ, തേർഡ് കണ്ടീഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ, വെറുതെ ഒന്ന് ഓർത്താൽ മതി. ഇഫ് യു വർക്ക് യു വിൽ പാസ്, അത് ഫസ്റ്റ് കണ്ടീഷൻ. ഇഫ് യു വർക്ക്ഡ് യു വുഡ് പാസ്, സെക്കൻഡ് കണ്ടീഷൻ.
If you had worked, you would have passed. അതെന്താണ് തേർഡ് കണ്ടീഷൻ. അത് ഒന്ന് ഓർത്ത് ഇങ്ങനെ 3 പേര് കൂടി അതിനുണ്ടെന്ന് പറയാറുണ്ട്. ഇത് ഓർത്ത് മതി. ഇനി ഞാൻ പറയാൻ കാരണം ഈ ഫസ്റ്റ് കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ, തേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് കൂടാതെ സീറോ കണ്ടീഷൻ എന്ന് പറയുന്ന വേറൊരു പേരും കൂടി ഉള്ള വേറൊരു 4ാമത് ഐറ്റം കൂടി ഉണ്ട്. അത് നമുക്ക് പരീക്ഷയ്ക്ക് വരില്ല. എന്നിരുന്നാലും ഇങ്ങനൊരു ഐറ്റം കൂടി ഉള്ള കാര്യം എന്ത് ചെയ്യണം, നിങ്ങൾ അറിഞ്ഞിരിക്കും. അതിനെ പറയുന്ന പേരാണ് സീറോ കണ്ടീഷൻ. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പറഞ്ഞു, ഒരു സീറോ കണ്ടീഷൻ ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. അതേക്കുറിച്ചാണ് നമ്മളിനി പറയുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഇനി പറയുന്നത് വാചകപ്പെട്ട എഴുതിക്കോ. If you heat, HEAT, heat water, it dash അടിയിലെ ബ്രാക്കറ്റിൽ 3 വാക്ക് എഴുതിക്കോ. ബോയിൽസ്, BOILS, ബോയിൽസ്, കോമ ബോയിൽഡ്, അല്ല സോറി ബോയിൽസ് ആൻഡ് കോമ വുഡ് ബോയിൽ, കോമ will boil. Yes. നമുക്ക് അതിന്റെ അത് വെച്ച് നമുക്ക് നോക്കാം. If you heat water, it dash. അവിടെ നമുക്കൊന്ന് പൂരിപ്പിക്കണം. യെസ്. അപ്പൊ ഞാനിപ്പോ വിദ്യയാണെങ്കിൽ അവിടെ എന്ത് വാക്ക് വെച്ച് പൂരിപ്പിക്കും? സർ will boil വെക്കും അല്ലേ? യെസ്. ആരതിയാണെങ്കിൽ ഏത് വെക്കും? So if you heat water, it will boil. Yes, sir. Yes. ജിൻസി ആണെങ്കിലോ? Will boil. വെക്കും. യെസ്. ഞാൻ ഈ ജിൻസി പറഞ്ഞ ഉത്തരത്തിലോട്ട് വരാം. അപ്പൊ ജിൻസി എന്തുകൊണ്ടാണ് വിൽ ബോയിൽ എന്ന് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ആണ്. ഇപ്പത്തെ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ അപ്പുറത്ത് വില്ല് വരണം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ജിൻസി? സാറ് ഞാനും വിൽ ബോയിൽ എന്നാ പറഞ്ഞു. ഓക്കെ സമ്മതിച്ചു. 3 പേരും വിൽ ബോയിൽ സമ്മതിച്ചല്ല. യെസ്. എന്നാല് ഇത് 3ഉം തെറ്റുമാണ്. മര്യാദക്ക് ആർദിക്കും വിദ്യക്കും മാറ്റി പറഞ്ഞാൽ മതിയായിരുന്നു. എന്നാലും അപ്പൊ ജിൻസിക്ക് ഒരു കൂട്ടായി 2 പേര് കേട്ടാ. അപ്പൊ നിങ്ങൾ ചിന്തിക്കും എന്തുകൊണ്ടാണ് ഇത് തെറ്റായത്? അങ്ങനെയാണെങ്കിൽ ഇഫ് യു സ്റ്റഡി യു വിൽ പാസ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് തെറ്റല്ലേ എന്ന് ഒരു പക്ഷെ ചിന്തിച്ചേക്കാം. അതാണ് ഇതൊന്ന് ഓർത്തിരുന്നാൽ മതി. ഇങ്ങനൊരു സംഗതി കൂടി ഈ കണ്ടീഷനിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നിന്ന് മനസ്സിൽ ഫീഡ് ചെയ്ത് വെച്ചാൽ മതി. ഇത് തെറ്റാണെന്ന് പറയാൻ കാരണം ഈ പറഞ്ഞത്, അതായത് വെള്ളം ചൂടാക്കിയാൽ തിളക്കും എന്നുള്ളത് ഒരു ജനറൽ ട്രൂത്താണ് അല്ലേ? അതിപ്പോ കോഴിക്കോടായാലും കണ്ണൂരായാലും ഇത് സെയിം പ്രോസസ് ആണ്. അതിൻ്റെ അകത്ത് ഒരു ജനറൽ യൂണിവേഴ്സൽ ട്രൂത്ത് വരും, സനാതനമായ സത്യമാണ് അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് എങ്കിൽ പ്രസന്റ് ടെൻസേ ഉപയോഗിക്കാവൂ, വില്ല് വേണ്ട കേട്ടോ. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഇഫ് യു ഹീറ്റ് വാട്ടർ ഇറ്റ് ബോയിൽസ്. കറക്റ്റ്. അപ്പൊ എന്തുകൊണ്ട് അവിടെ ബോയിൽസ് എന്ന് വരാൻ കാരണം വില്ല് വരാതിരുന്നത്? ബിക്കോസ് ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ ട്രൂത്ത്. കാരണം അതെന്താണത്? ഒരു സനാതനമായ സത്യമാണ്. വെള്ളം ചൂടാക്കിയാൽ അപ്പൊ അവിടെ നമ്മൾ നേരത്തെ പഠിച്ച 3 നിയമങ്ങൾ ബാധകമല്ല. ഇവിടെ കിട്ടിയില്ലേ? ഇത് പരീക്ഷയ്ക്ക് വരില്ല, പക്ഷെ ഇങ്ങനൊരു സംഗതി കൂടി ഇതിന്റെ കൂടെ ഉണ്ട് എന്നുള്ള കാര്യം ഭാവിയിൽ നിങ്ങൾ ഒരു പക്ഷെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു ഇങ്ങനൊരു സംഗതി കൂടി ബാലൻസ് ഉണ്ട്. യെസ്. ഞാൻ അടുത്തൊരു വാചകം പറയാം. ഇരിക്കും. ഇഫ് വിൻഡ് WIND wind blows
BLOWS, blows, leaves, 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 dash, dash. അടിയിൽ ബ്രാക്കറ്റിലേക്ക് move, 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 comma, will move, comma, would move, would move. ഐഷ ഏതായിരിക്കും? നിങ്ങൾ മനസ്സിൽ ഓർഡത്തിൽ ഉറപ്പിച്ചു നിർത്തി. ശ്രുതി എം വി എന്തായിരിക്കും? ആ വില്ലും എന്റെ പക്ഷേ ഏത് പഠിക്കാനും വില്ല് വരുമോ? അയ്യോ അല്ല ഇല്ല സോറി സാർ സോറി ഒരാളേക്ക് കാറ്റടിച്ചാൽ ഇലകൾ അനങ്ങും. അത് സത്യമല്ലേ? യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. ഓക്കെ അല്ലേ? കാറ്റടിച്ചാൽ ഓക്കെ ഓക്കെ വിദ്യ ഓക്കെ ആരതി പിടികിട്ടിയില്ലേ ശ്രുതി? കിട്ടി പിടികിട്ടി. യെസ് പിടികിട്ടിയെങ്കിൽ മാത്രം പിടികിട്ടി എന്ന് പറഞ്ഞാൽ മതി. ഇതൊക്കെ പിടികിട്ടിയാന്ന് പറഞ്ഞോളൂ. ശരിയല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് പെട്ടെന്ന് നമ്മൾ ചിന്തിക്കും ഇഫ് ദ വിൻഡ് ബ്ലോസ്, കാറ്റടിക്കുകയാണെങ്കിൽ. അപ്പൊ ബ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ അപ്പുറത്ത് വില്ല് വരേണ്ടതല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പൊ നിങ്ങൾ എന്തും കൂടി നോക്കണം, ആ സെന്റൻസിന്റെ മീനിങ്ങും കൂടി ഒന്ന് നോക്കണം. ആ മീനിങ്ങിൽ നോക്കിക്കഴിയുമ്പോൾ അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് പറഞ്ഞിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അപ്പുറത്ത് വില്ല് വേണ്ട, വെറുതെ പ്രസന്റ് ടെൻസ് ഇട്ടാൽ മതി. കേട്ടോ? ഇഫ് ദ വിൻഡ് ബ്ലോസ്, കാറ്റടിക്കുകയാണെങ്കിൽ, ലീവ്സ് മൂവ്, ഇലകൾ അനങ്ങും. യെസ്, അത് ഇങ്ങനെ ഒരു സംഗതി കൂടി ഉണ്ടെന്ന് നിങ്ങൾ ഓർത്ത് വെച്ചാൽ. ഓക്കെ. അപ്പോ ഇതോടുകൂടി നമ്മുടെ കണ്ടീഷണൽ സെന്റൻസിൽ ഞാൻ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് ഓർത്ത് വെച്ചേക്ക. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അപ്പുറത്ത് വില്ല്, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ വുഡ്, ഹാഡ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണെങ്കിൽ അപ്പുറത്ത് വുഡ് ഹാവ്. പരീക്ഷയ്ക്ക് ഇതിന്റെ ചോദ്യം വരുന്ന രീതിയാണ് ഇനി നമുക്ക് നോക്കുന്നത്. ഞാൻ ഇങ്ങനത്തെ ഒന്നിട്ട് കാര്യങ്ങൾ പറയാം. ഏതാണ് വേണ്ടത് വെച്ചാൽ നിങ്ങൾ ഫിൽ ചെയ്ത് നോക്കണം കേട്ടോ. യെസ്, സെന്റൻസ് ഞാൻ പറയാം. If it dash, they will postpone, POST, POND, they will postpone the match. ഇതില്ലട്ടോ, സീറോ കണ്ടീഷൻ ഇല്ല. ഞാൻ വായിക്കുള്ളത് 1, 2, 3 പറഞ്ഞില്ലേ, ഫസ്റ്റ് സെക്കൻഡ്, അത് മാത്രം. ഇത് സീറോ കണ്ടീഷൻ അറിയാൻ വേണ്ടി പറഞ്ഞു മാത്രം. യെസ്. പ്രവീണ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഞാൻ ഉത്തരം എഴുതേണ്ട കാര്യമില്ലല്ലോ. യെസ്, ഞാൻ ബ്രാക്കറ്റിൽ ഉത്തരം പറയാൻ പറ്റും. വെരി ഗുഡ് പ്രവീണ. എന്നാൽ ഉത്തരം എഴുതിക്കും ബ്രാക്കറ്റില്. റെയിൻഡ്, RAINED, റെയിൻഡ്, റെയിൻസ്, RAINS, റെയിൻസ്, would have rained, would have rained, RAINED. Yes. ഈ പറഞ്ഞു, പൂരിപ്പിച്ചോ? പ്രവീണ പൂരിപ്പിച്ചതാണ്. എന്നാലും നിങ്ങൾ പൂരിപ്പിക്കുക. പൂരിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ഉത്തരം പറയുമ്പോൾ നിങ്ങളുടെ ഉത്തരവുമായിട്ട് യോജിക്കുന്നുണ്ടോ എന്ന് നോക്കുക. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ചിത്ര കറക്റ്റ് ആണ്, റെയിൻസ് ആണ്. കാരണം എന്താണ്? അപ്പുറത്ത് വില്ലാണ്. ബില്ല് അപ്പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ബിൽ പോസ്റ്റ്പോൺ അല്ലേ? ബില്ല് വരുമ്പോ ഇപ്പോഴത്തെ എപ്പോഴും എന്ത് വല്ലതും പ്രസന്റൻസ് വല്ലതും. അപ്പൊ കറക്റ്റ് ആണ്, റെയിൻസ് ആണ്. സംശയമുള്ളവർ ചോദിച്ചു കേട്ടോ. അടുത്തത് യെസ്, ഹിസ് ഫാദർ would scold him, SCOLD, scold him, comma, if he dash in the examination, bracket failed, FAILED, comma, failed, comma, had failed.
had failed. Yes. ഇതേപോലെ ഉണ്ടാവും അടിയിലിട്ട് 3 ആൻസർ ഉണ്ടാവും. അതിൽ പൂരിപ്പിച്ചാൽ മതി. അപ്പൊ വിദ്യക്ക് തരാം ചാൻസ്. പറഞ്ഞോളൂ. Had failed. ഹാഡ് ഫെയിൽഡ്. റസീന എന്നോട് യോജിച്ചോ? Fail അല്ലേ? If he failed the examination. ഫെയിൽഡ് അതാണോ റസീന ഉദ്ദേശിച്ചേ? Failed. FAILED എന്നാണ്. ED. വെരി ഗുഡ്. വിദ്യ കോൺസെൻട്രേഷൻ പോയി. നോക്കി, വുഡ് സ്കോൾഡ്. വുഡും പിന്നെ വെർബിന്റെ പ്രസന്റൻസ് വന്നേക്കുന്നത്. വുഡ് വരുമ്പോ അപ്പുറത്ത് എന്ത് വരണം? പാസ്റ്റ് ടെൻസ് വരണ്ടേ? ഇഫ് യു വർക്ക് യു വുഡ് പാസ് അല്ലേ? അപ്പൊ പാസ്റ്റ് ടെൻസ് വരണം. ഓക്കെ. അത് എന്റെ മനസ്സിൽ അതിന്റെ കാര്യം. ഫെയിൽഡ് ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, I would fly FLY. I would fly from flower to flower, comma, if I dash a butterfly, ബ്രാക്കറ്റില് am, comma, was, comma, were, were, am, was, were. ആരതിക്കാണ് ചാൻസ്? ആരതി ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. I am, sir. I am. Yes, അവിടെ നിൽക്കട്ടെ. ജിൻസി. Where, sir? Where, WR. Yes, sir. Yes, ചിത്ര. I am, sir. I am. Am. Where ആണ്? I am. അപ്പൊ ആദ്യം ഒരു കൂട്ടായിട്ടുണ്ട്. യെസ്. ഇനി ഐഷ. ഐഷ യെസ്, ആമാണ്. യെസ്, ഓക്കെ. നോക്ക്. ഇവിടെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. അതായത് ഈസ്, ആം, ആർ ഇത് മൂന്നും പ്രസന്റ് ആണ്. ഈസ് എന്ന് പറഞ്ഞാലും ആം എന്ന് പറഞ്ഞാലും ആർ എന്ന് പറഞ്ഞാലും പ്രസന്റ് ആണ്. കാരണം മൂന്നിന്റെയും അർത്ഥം ആകുന്നതാണ്. അതിന്റെ പാസ്റ്റ് ആണ് വാസ് അല്ലെങ്കിൽ വേറെ. പാസ്റ്റ് എന്ന് വെച്ചാൽ ആയിരുന്നു. അപ്പൊ ഇവിടെ നോക്കിയേ, ഐ വുഡ് ഫ്ലൈ. വുഡ് ഉപയോഗിച്ചാൽ വില്ലല്ല. വില്ലാണെങ്കിലേ പ്രസന്റൻസ് വരുള്ളൂ. വില്ലോ, ഷാലോ, ക്യാനോ, മേയോ ആണെങ്കിലേ പ്രസന്റൻസ് വരുള്ളൂ. വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് ഇത്രയും ആണെങ്കിൽ എന്ത് വരുള്ളൂ? പാസ്റ്റ് ടെൻസ് വരുള്ളൂ. അപ്പൊ അതിൽ നിന്ന് പറയാം ആം ഒരിക്കലും വരില്ല. അപ്പൊ ആമിനെ നമുക്ക് ആദ്യം മാറ്റാം. കാരണം പാസ്റ്റ് വരണം. കുഡില്ല വന്നേക്കണേ. അപ്പൊ വാസ് അല്ലെങ്കിൽ വേറെ. യെസ്. അപ്പൊ നമ്മുടെ ചോയ്സ് 3-ൽ നിന്ന് 2-ലേക്ക് ചുരുങ്ങി. ഇനി നമുക്ക് വേണ്ടത് വാസ് വേണോ വേറെ വേണോ എന്നുള്ളതാണ്. യെസ്. അപ്പൊ ഇവിടെ നമ്മൾ എന്തോ വേറെ വെച്ചു. യെസ്. അപ്പൊ ഇവിടെ നോക്കിയേ, ഐ വുഡ് ഫ്ലൈ ഞാൻ പറക്കുമായിരുന്നു. ഫ്രം ഫ്ലവർ ടു ഫ്ലവർ പൂക്കളിൽ നിന്ന് പൂക്കളിലേക്ക്. ഇഫ് ഐ എ ബട്ടർഫ്ലൈ ഞാനൊരു ബട്ടർഫ്ലൈ ആയിരുന്നെങ്കിൽ. ഇവിടെ നിങ്ങൾക്കൊരു സംശയം എല്ലാവർക്കും ഇല്ലെങ്കിൽ ആരുടെയൊക്കെ മനസ്സിലേക്ക് വരാം, ഐയുടെ കൂടെ വാസല്ല ഉപയോഗിക്കാറ്. ഐ വാസ് റീഡിങ്, ഐ വാസ് ജമ്പിങ്, പിന്നെ എന്തുകൊണ്ട് വേറെ ഉപയോഗിച്ചു എന്ന് പറയുന്ന ഒരു സംശയം വേണമെങ്കിൽ തോന്നാം. ഇനി ഇത് നിങ്ങൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവര് നിങ്ങളോട് ചോദിക്കാം, ഐ കഴിഞ്ഞു കഴിഞ്ഞാൽ വാസല്ലേ വരുള്ളൂ ടീച്ചറെ, പിന്നെ എന്താ അവിടെ വേറെ ഉപയോഗിച്ചേക്കണേ ചോദിക്കാം. അപ്പൊ അവരോട് പറയണം, ഇംഗ്ലീഷില്
അൺറിയൽ കണ്ടീഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. അൺറിയൽ അതായത് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യം. പ്രവീണയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് ഞാൻ പറയുകയാണ്, എന്നെങ്കിലും നടക്കും. ഒരിക്കലും നടക്കൂല. കാരണം പ്രവീണയും ജനിച്ചു, ഞാനും ജനിച്ചു. പ്രവീണയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ അവര് രണ്ടടി കൊടുത്തേനെ. അത് പറയാനേ പറ്റുള്ളൂ, നടക്കില്ല. യെസ്. അപ്പൊ അങ്ങനെ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത് എങ്കിൽ ഐ കഴിഞ്ഞാല് വാസ് ഉപയോഗിക്കരുത്, വേറെ ഉപയോഗിക്കണം. ഇറ്റ് ഈസ് അൺറിയൽ കണ്ടീഷൻ. ഇതിൻ്റെ അകത്ത് പറയുന്നത് ഞാനൊരു ബട്ടർഫ്ലൈ ആയിരുന്നെങ്കിൽ എന്നാണ്. എന്നെങ്കിലും ആവും, ഒരിക്കലും ആവൂല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഗ്രഹിക്കാം, അല്ലെ? അത് ഇംഗ്ലീഷിൽ പറയുന്ന കണ്ടീഷനാണ് അൺറിയൽ കണ്ടീഷൻ. അപ്പൊ അവിടെ ഐ കഴിഞ്ഞാൽ വാസ് പറയരുത്, ഐ കഴിഞ്ഞാൽ എന്ത് പറയണം? വേറെ പറയണം. ഇഫ് ഐ വേർ എ മില്യണയർ, ഞാൻ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ളവനായിരുന്നു, എനിക്ക് ധൈര്യമായിട്ട് പറയാം ഐ വേർന്ന്, ഐ വാസിനോട്ട് വരൂല. യെസ്. ഇഫ് ഐ വാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there is a possibility, അങ്ങനെ സംഭവിക്കാം. യെസ്, ഇവിടെ കിട്ടിയില്ലേ? അപ്പൊ അൺറിയൽ കണ്ടീഷൻ ആണെങ്കിൽ ഐ കഴിഞ്ഞിട്ട് വേറെ വരുള്ളൂ. അപ്പൊ വേർ എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. വേറിലേക്കും വാസിലേക്കും നമ്മൾ ഒതുങ്ങാൻ കാരണം വുഡ് വന്നുകൊണ്ടാണ്. വുഡ് വരുമ്പോൾ ഫാസ്റ്റ് വേണം. അപ്പൊ വാസ് അല്ലെങ്കിൽ വേറാണ് ഫാസ്റ്റ്. പിടി കിട്ടിയോ? ആരൊന്നും ഇല്ലാതെ. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. അപ്പോ ശ്രുതി എം വി, സാറേ അത് ഐ കഴിഞ്ഞിട്ട് വേറെ വരുന്നൊരു വാചകം പറഞ്ഞു സ്വന്തമായിട്ട്. നടക്കാൻ, ശ്രുതിയുടെ ജീവിതത്തിൽ നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമായിരിക്കണം. ഞാൻ വേണമെങ്കിൽ ശ്രുതിക്ക് വേണം ഇഫ് ഐ വേർ എ ബോയ്, ഞാനൊരു ആൺകുട്ടിയായിരുന്നെങ്കിൽ. അങ്ങനെ ഇരിക്കാം. ഞാൻ എക്സാമ്പിൾ ഇട്ടാ അത് പറയുന്നത്. ഇപ്പൊ അത് ഡിലീറ്റ്. ഇഫ് ഐ വേർ എ ബേർഡ്, ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ. അപ്പൊ അത് ഡിലീറ്റ് ആയി. ഓക്കെ, പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. Sir, ഓക്കെ. ഇത് ശ്രുതി കഴിഞ്ഞോണ്ട് ഞാൻ ഇതിലോട്ട് വരുന്നതാണ്. ഓക്കെ. I wear a ഐ വേറെ ആ ജനത്തെ കൂടി പുറത്തേക്ക് നോക്കിയേ. ഇതുപോലെ സംഗതികൾ അവിടെ കാണണേ. അതിൽ ഏറ്റവും പറഞ്ഞ tree. അപ്പൊ തൊട്ട് മുന്നിൽ ഒരു ഇഫ് കൂടി ചേർക്കുന്നുണ്ട്. ഇഫ് ഐ വെർ എ ട്രീ, ഞാനൊരു മരമായിരുന്നെങ്കിൽ. അപ്പൊ നമുക്ക് അതിന്റെ കൂടെ കാര്യം ഐ വുഡ് ഗിവ് ഷെയ്ഡ് ടു ദ പീപ്പിൾ, ഞാൻ ആളുകൾക്ക് തണല് കൊടുത്തേണ്ട. യെസ്, ജിൻസി പറഞ്ഞു. if I were a dancer, ഐ വുഡ്, അതൊക്കെ നടക്കാൻ സാധ്യതയുള്ളതല്ല ജിൻസി. അറിയത്തില്ല സാറേ, നടക്കൂല. സാധ്യത കുറവാ. സാധ്യത കുറവാ അല്ലേ? ഇഫ് ഐ വെർ എ ഡാൻസർ, നമുക്ക് അതിന്റെ കൂടെ ചേർക്കാം. ഇഫ് ഐ വെർ എ ഡാൻസർ ഐ വുഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ എ സിനിമ, ഞാനൊരു സിനിമയിൽ പങ്കെടുത്തു. യെസ്, അതാ. അല്ലെങ്കിൽ ഐ വുഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ എ ഡാൻസ് പ്രോഗ്രാം, ഞാനൊരു ഡാൻസ് പ്രോഗ്രാമിൽ. അപ്പൊ വേറെ കഴിഞ്ഞിട്ട് ഇപ്പൊ വുഡ് ചേർത്തു, അങ്ങനെ വേറെ പാസ്റ്റാണ് വുഡ് ചേർത്ത്. യെസ്, റസീന, റസീന ഓട്ടം പറഞ്ഞേ. ഐ കഴിഞ്ഞിട്ട് വേറെ വരുന്ന. യെസ്, റസീന വരുമെന്ന് വിചാരിക്കാം. യെസ്, അല്ലു സൈഡ് അല്ല, ആർസോട്ടം പറഞ്ഞേ. ഐ കഴിഞ്ഞിട്ട് വേറെ വരുന്ന വാചകം. ഒരിക്കലും ആസ്വദ ജീവിതത്തിൽ നടക്കാൻ സാധ്യതയില്ലാത്തൊരു സംഭവം പറഞ്ഞേ. ഇഫ് ഐ വേർ If I were a bird, I can fly everywhere. യെസ്. ഇഫ് ഐ അല്ല, ഐ ക്യാൻ ഫ്ലൈ, അവിടെ തെറ്റ് പോയി. വേറെ I were if I were a bird, I can fly everywhere. ക്യാനിൽ മിസ്റ്റേക്ക് ഉണ്ട്. Good answer. ഗുഡ് വല്ല വേറെ I പാസ്റ്റ് could. ആണ്. ഐ കുഡ് ഫ്ലൈ. ഓക്കെ ഓക്കെ ഓക്കെ, ഐ കുഡ്. പ്രവീൺ രാജ് ഓട്ടം പറഞ്ഞു.
Yes, sir. If I were a politician, I would have changed the infrastructure of our country. എന്ത് ദൈവം, ധാർമ്മിക രോഷം സൗകര്യത്തിൽ ആണി കെട്ടിക്കൊണ്ടിരിക്കുകയാണല്ലേ. അതൊക്കെ ആവാൻ സാധ്യത ഉള്ളതല്ലേ പൊളിറ്റീഷ്യനൊക്കെ. യെസ്, ഓക്കെ ഓക്കെ. പൊളിറ്റീഷ്യനൊക്കെ ആവും. ഇപ്പൊ പഞ്ചായത്തോട്ട് മത്സരിക്കാൻ ആളില്ല. പ്രവീണ റെഡിയാണെങ്കിൽ പ്രവീണ അതിനകത്ത് മത്സരിപ്പിക്കും. യെസ്, ഓക്കെ 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 ഓക്കെ. യെസ്, അപ്പൊ അങ്ങനെ വരാം. ഓക്കെ, സാധ്യതയൊക്കെ ഉണ്ട്. പോട്ടെ. അപ്പൊ നമുക്ക് സെന്റൻസിന്റെ ഒരു സേക്കിന് വേണ്ടി പറയുമ്പോ, ഇഫ് ഐ വേർ എ പൊളിറ്റീഷ്യൻ, ഞാനൊരു രാഷ്ട്രീയക്കാരനായിരുന്നെങ്കിൽ, ഐ വുഡ് ചേഞ്ച് ദ ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ദി സ്റ്റേറ്റ്. ഈ സംസ്ഥാനത്തിന്റെ അടിസ്ഥാനം തന്നെ ഞാനൊന്ന് മാറ്റിയാൽ, ഇൻഫ്രാസ്ട്രക്ചർ മാറ്റിയ. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ അത് പിടികിട്ടിയല്ലോ. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നമുക്ക് ഞാൻ വേറെ എന്നോട്ട് പോകുന്നില്ല. ഇനി അങ്ങനെ നമുക്ക് 4 മിനിറ്റ് കൂടെ ഉള്ളൂ. ഇതേ മോഡൽ 1-2 എക്സാമ്പിൾ കൂടെ പറയുന്നു. യെസ്, എഴുതിക്കോളൂ. If you had taken regular exercise, regular exercise, 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 your health dash improved, 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 your health dash improved. Bracket could have, comma, will, comma, would, will, comma, would. ജിൻസിക്കാണ് ചാൻസ്. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. If you had taken regular exercise, your health would improved. Would improved, അല്ലേ? Yes, sir. Yes. ജിൻസി, കോൺസെൻട്രേഷൻ പോകുന്നു. ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞേ. Could have. അതെ, മറ്റേ ക്യാപ്ഷൻ പറഞ്ഞില്ലേ, അത് മറക്കരുത്. If you work, you will pass. If you work, you would pass. If you had worked, you would have. ഇത് ഒരു ക്യാപ്ഷനാണ്, അത് മറക്കരുത്. അതിൽ ഏതെങ്കിലും ഒരു സ്റ്റൈലിലാണെന്ന് നോക്കേണ്ടത്. ഇവിടെ നോക്കിയേ, ഇഫ് യു ഹാഡ് ടേക്കൺ, ഹാഡും പിന്നെ വേറെ പാസ് പാർട്ടിസിപ്പിൾ വന്നു. വുഡ് ഹാവ് ആണ് കറക്റ്റ് ആൻസർ. സംശയമുള്ള ചോദിച്ചിട്ടുണ്ട്. Okay, 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 okay. She will go. If they dash her. She will go if they dash her. Bracket invited, 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 comma, invite, 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 comma, would have invited, INVITED. ആലോചിച്ചോളൂ. യെസ്, അറിയിച്ചാം. അപ്പോ ഐഷ പറഞ്ഞോളൂ. ഐഷ, it is your turn. Would have. ക്യാപ്ഷനിൽ പോകുന്നു. അല്ലൂസേ,
ക്യാപ്ഷൻ വിട്ടുപോയി. നിങ്ങൾ ഒരു ഉത്തരത്തിൽ എല്ലാവരും ഉറച്ചു നിൽക്കട്ടെ. എന്നിട്ട് ഞാൻ കറക്റ്റോട് അത് തന്നെയാണെങ്കിൽ സംശയം ചോദിച്ചാണ്. അല്ലൂസ് ചെയ്യുമ്പോൾ മൈക്ക് റെഡി ആയിട്ടുണ്ടാവില്ല. ഓക്കെ, ഇൻവൈറ്റഡ് പറയുന്നു ചിത്ര. ശ്രുതി എന്ന് പറയുന്നു. ശ്രുതി കിട്ടിയിട്ടില്ല. ആർസു എന്ത് പറയുന്നു? Sir, invited. ഇൻവൈറ്റ്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ചോദിക്കുകയാണ് ചിത്ര, നമ്മളിപ്പോ ഈ പറഞ്ഞ ഇഫ് യു വർക്ക് യു വിൽ പാസ്, ഇഫ് യു വർക്ക് യു വുഡ് പാസ്, ഇഫ് യു ഹാഡ് വർക്ക്ഡ് യു വുഡ് ഹാവ് പാസ്, ഈ മൂന്നെണ്ണത്തിൽ ഏത് മോഡലാണ് ഇത് വന്നത്? ഈ മൂന്നെണ്ണത്തിൽ ഏത് മോഡലാണ് വന്നിരിക്കുന്നത്? സെക്കൻഡ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ ആണോ? ഒന്ന് ശരിക്കും നോക്കി. സെക്കൻഡ് കണ്ടീഷൻ ആണ് എങ്കിൽ ആ സെന്റൻസ് ഒന്ന് വായിച്ചേ. She will go if they. വില്ല് വന്നു. വില്ല് വരൂ. സെക്കൻഡ് കണ്ടീഷൻ ആണെങ്കിൽ വുഡല്ലേ വരണ്ടേ? അതൊക്കെ കൂടി കൺഫ്യൂഷൻ ആവുകയാണല്ലോ. സെക്കൻഡ് കണ്ടീഷൻ ആണെങ്കിലും വില്ല് വരില്ലല്ലോ, വുഡല്ലേ വരണ്ടേ? അത് നമുക്ക് ആലോചിച്ച് നോക്കാം. വില്ല് എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോം ആണ് വുഡ്. ഷാൽ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോം ആണ് ഷുഡ്. ക്യാൻ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോം ആണ് കുഡ്. മേ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോം ആണ് മൈറ്റ്. ഈ കണ്ടീഷണൽ ഫോം ആണെങ്കിൽ പാസ്റ്റ് ആയിരിക്കും. അതൊക്കെ മനസ്സിൽ വെച്ചു. കണ്ടീഷണൽ ഫോം ആണ് ഇപ്പൊ പാസ്റ്റ് ആയിരിക്കും. അതിൽ പാസ്റ്റ് ആണ് കണ്ടീഷണൽ ഫോം ആണ് വേണ്ടത്. ഇങ്ങനെയും ആലോചിച്ച് വെച്ചു. യെസ്, മാറിപ്പോ വരുന്നത്. ഇനി വില്ല്, ഷാല്, ക്യാന്, മേ ഇത്രയും ആണെങ്കിൽ പ്രസന്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇഫ് യു വർക്ക് യു വിൽ പാസ് എന്നുള്ളത്, ഇഫ് യു വർക്ക്ഡ് യു വുഡ് പാസ് എന്നുള്ളത്, ഇഫ് യു ഹാഡ് വർക്ക്ഡ് യു വുഡ് ഹാവ് പാസ് എന്നുള്ളത് ഒന്ന് ഫീഡ് ചെയ്ത് വെക്കുക. ഇത് ജീവിതത്തിൽ എവിടെയെങ്കിലും ഉപകാരത്തിൽ കൊടുക്കും. യെസ്, ഓക്കെ. അപ്പൊ ആൻസർ പറഞ്ഞത് കറക്റ്റ് ആണ്. ഇൻവൈറ്റ് ആണ് ശരിയായി വരിക. കാരണം അപ്പുറത്ത് ബില്ല് വന്നേക്കുമ്പോ ഇപ്പോഴത്തെ പ്രസന്റൻസ് വരും. യെസ്, ഓക്കെ. ഇത് മോഡലായിരിക്കും ഇതിന്റെ ചോദ്യം പരീക്ഷയ്ക്ക് വരിക എന്നുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ നിങ്ങളുടെ അപ്പൊ നമ്മൾ ഇതോടുകൂടി കണ്ടീഷൻ സെന്റൻസ് അവസാനിപ്പിച്ചിട്ട് നമുക്ക് അടുത്ത സെന്റൻസിലേക്ക് അടുത്തൊരു യൂണിറ്റിലോട്ട് അടുത്ത ക്ലാസ്സിൽ പോകാം. സോ സൈൻ ഔട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, അല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. യെസ്, അപ്പൊ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ക്ലോസ് ചെയ്യാണ്. ഇല്ല ശ്രുതി? ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു, വെൽക്കം. യെസ്, അപ്പോ okay, we will meet in the next class. Thank you, sir. Okay. Thank you, sir. Okay.